KMTVയുടെ കർണാട്ടിക് കീബോർഡ് ലെസൺ 12ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർണാടക സംഗീതം എന്ന സുരേഷ് നാരായണൻ സാർ എഴുതിയ ബുക്കിലെ 3ഉം 4ഉം ജണ്ടവരിശകളാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ അജയ് കുമാർ. ഇന്ന് നമ്മൾ ജണ്ടവരിശ 3ഉം 4ഉം പ്രാക്ടീസ് ചെയ്യുന്നു. പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഫിംഗർ ഇച്ചൂടെ നല്ലപോലെ കാണണം, എങ്ങനെയാണ് വായിക്കുന്നത്? അപ്പം ഞാൻ ഒരു തവണ പറഞ്ഞു, നമ്മൾ ഈ വായിക്കുന്നത് 72 മേളകർത്താ രാഗങ്ങൾ ഉള്ളതിലെ 15ാമത്തെ മേളകർത്താ രാഗമായ മായാമാളവ ഗൗള എന്ന രാഗത്തിലാണ് നമ്മൾ ഇതെല്ലാം വായിക്കുന്നത്. അപ്പം മായാമാളവ ഗൗള രാഗം കീബോർഡിൽ വായിക്കുന്നത് ആദ്യം നമുക്കൊന്ന് കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ മായാമാളവ ഗൗള രാഗം വായിക്കുന്നത് അപ്പോ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതായത് സ ചെറിയ രി, ദെൻ ഗ വലുത്, മ പ ദ ചെറുത്, നീ വലുത്, പിന്നെ സ. അപ്പൊ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇന്ന് നമ്മൾ ഇതിനെ ഒരു കോഡ് അക്കമ്പനിയൻ്റൂടെ നമ്മൾ കൊടുക്കുകയാണ്. അതായത് വെസ്റ്റേൺ മെത്തേഡിൽ ഏതെങ്കിലും സ്കെയിലിലെ 1ഉം 3ഉം 5ഉം നോട്ടിനെ മേജറാക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഡ് കിട്ടും. ഇപ്പൊ സി വായിക്കണത് ഇതാണ് സിയുടെ കോഡ്. അത് കഴിഞ്ഞ് ജി. അപ്പൊ നമുക്ക് ഏതായാലും ഇന്ന് നമുക്ക് 3ാമത്തെ ജണ്ടവരിശയിലേക്ക് പോവാം. നമുക്ക് ഇതിന് പ്രാക്ടീസ് കൊടുക്കേണ്ട. ആദ്യം നമുക്ക് ജണ്ടവരിശ വായിക്കുന്നതിനകത്താണ് കൂടുതലായിട്ടും താല്പര്യം വേണം. അപ്പൊ ഒന്നുകൂടെ കണ്ടോണം. സാ സാ രീ രീ ഗ ഗ രീ രീ സാ സാ രീ രീ ഗ ഗ മ മ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ വായിക്കുന്നത് വലത് കൈകൊണ്ട് വായിക്കുമ്പോൾ 5 വിരലിനകത്ത് വരുന്നതാണെങ്കിൽ ഈ 5 യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫിംഗർ ഷിഫ്റ്റ് ഉണ്ട്, ഗാ കഴിഞ്ഞിട്ട് മായിലേക്ക് പോകണം. ഇങ്ങനെ അതെല്ലാം ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഇത് സിമ്പിളായിട്ട് വായിച്ചു. നിങ്ങൾ ഈ ജണ്ടവരിശ കുറച്ച് വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫിംഗർ ഓട്ടോമാറ്റിക്കായിട്ട് കീബോർഡിന് അനുസൃതമായിട്ട് പോകും. അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പൊ നമ്മൾ മേളിൽ ചെന്നു, മേൽ സ്ഥായില് സാ വരെ, അതായത് താരസ്ഥായില്. ഇനി അവിടുന്ന് നമ്മൾ താഴേക്കാണ് വരുന്നത്. അപ്പൊ അത് നോക്കാം നമുക്ക്.
ഇതാണ് മൂന്നാമത്തെ വരിശ. നാലാമത്തെ വരിശ എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നത് സാ സാരി രീ ഗ സാരി ഗ. ആദ്യം 5 അക്ഷരം, അത് കഴിഞ്ഞ് 3 അക്ഷരം. അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മളെ താളം വിട്ട് പറയുമ്പോൾ സാ സാരി രീ ഗ സാ സാരി രീ ഗ സാരി ഗ ഇങ്ങനെ പോകും അത്. അപ്പം അതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് ഇനി നമുക്കൊന്ന് നോക്കാം. അപ്പൊ നാലാമത്തെ വരിശ നമുക്കൊന്ന് നോക്കാം. സാ സാരി രീ ഗ സാരി ഗ സാ സാരി രീ ഗ ഗ മ മ രീ രീ ഗ ഗ മ രീ ഗ മ രീ രീ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ഗ മ പ ഗ മ മ പ പ ഗ ഗ രീ രീ പ പ ഗ ഗ നീ പ ഗ നീ പ പ ഗ ഗ നീ നീ സ സ. അങ്ങനെ നമ്മൾ താരസ്ഥായിലെ സായിലെത്തി. ഇനി അവിടുന്ന് മധ്യസ്ഥായിലെ സായിലേക്ക് വരേണ്ട സെക്ഷനാണ്. അപ്പൊ ഇത് രണ്ടായിട്ട് തന്നെ, പക്ഷെ രണ്ടായിട്ട് ഇത് കാണിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ കാണിക്കത്തില്ല. മേളത്തെ സായി ഇനിയും തുടങ്ങാം നമുക്ക്. സാ സാ നീ നീ ധ സാ നീ ധ സാ സാ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ നീ ധ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ ധ പ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ പ മ ഗ പ പ മ മ ഗ ഗ രീ രീ മ മ ഗ ഗ രീ മ ഗ രീ മ മ ഗ ഗ രീ രീ സ സ. ഇത്രയുമാണ് നാലാമത്തെ സരളി വരിശ. ഇതിൽ വായിച്ചപ്പോൾ ഗ വായിച്ചത് നമ്മൾ ചെറിയ ഗ അറിയാതെ വായിച്ചിട്ടുണ്ട്. ഇതാണ് ഗ വായിക്കേണ്ടത് മുഴുവൻ ടൈമിലും. ഈ നാലാമത്തെ എക്സസൈസിലെ നല്ല മുഴുവൻ ചെണ്ടവരിശയിലെയും ഗ ഇത് തന്നെ. ഞാൻ അറിയാതെ ഒരു തവണ ഇത് കയറി വായിച്ചിട്ടുണ്ട്. നിങ്ങളത് പൊറുക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കൂടാതെ ഇതിലൊക്കെ ഉപരി നിങ്ങൾക്ക് കീബോർഡ് കയ്യിലുള്ളവർ ദയവായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. നല്ല ഒരു കീബോർഡിസ്റ്റ് ആകുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് 5ഉം 6ഉം ജണ്ടവരിശകളുമായി കാണുന്നിടം വരെ ഞാൻ അജയ്കുമാർ ജി നിങ്ങളോട് തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.